സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നത്. വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പോ. ഹായ്, നമസ്കാരം. അങ്ങനെ ഫിറോസ് ഖാനും പെട്ടു ഗെയ്സ്. കുറച്ചു നാൾക്ക് മുന്നേ സജ്ജന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഫിറോസ് ഖാനെ ഒരു 17 വയസ്സുകാരിയുമായിട്ട് ബന്ധമുണ്ട്, 17കാരി അബ്യൂസ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതും സജിന തന്നെ ആയിരിക്കാം മിക്കവാറും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതില് സജിനയും ഈ ഒരു 17കാരിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. വളരെയധികം ഞെട്ടലോട് കൂടി തന്നെ നമുക്ക് ആ ഒരു വോയിസ് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് ആദ്യം കേട്ടിട്ട് വരാം. മോൾക്ക് എത്ര നാളത്തെ 2 മാസം പരിചയമുള്ളായിരുന്നോ? അധികമായിട്ടില്ല. ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? ഉപയോഗിച്ചിട്ടുണ്ടോ മോളെ? സത്യവേറെ പറയാവുള്ളൂ മോനെ, എത്തിയർത്ഥ വേറെ ഒന്നും കള്ളം പറയരുത്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള മോളെ? ഉപയോഗിച്ചിട്ടുള്ളോ? പിന്നെ ഞാൻ സത്യമായിട്ടും പറയാം, സെക്ഷലി ആയിട്ട് ഇത് ഫിസിക്കലായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞാന് സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നത്? അതില്ല, ഞാൻ എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നാലും മോളെ ഫിസിക്കലി യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ അത് ഇനി ഓവറായിട്ട് പോവുകയാണെങ്കിൽ ഇതെന്തായാലും ബോക്സ് ഓഫീസിൽ പോകുമ്പോൾ മോളെ ചെക്ക് ചെയ്യും. മോള് പക്ഷെ കള്ളം പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാം. മോളെ എവിടെയും വെളിയിൽ ഞാൻ വീഴത്തില്ല. എന്റെ കയ്യിലാണ് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്നത് എന്തോടാ? ഹലോ, ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ മോളെ കേട്ടില്ല? വെറുക്കുന്നത് മോളെ അയാളെയാണ്. ഓക്കെ ഓക്കെ, നീ ടെൻഷൻ അടിക്കേണ്ട. ഇത്ത കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ഇത്ത വിളിക്കുമ്പോ എടുക്കണേ മോളൊന്ന്. മോളിപ്പോ എവിടെയാ ഉള്ളത്? വീട്ടിലാണ്. ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട് മോളെ? ആണോ? ഓക്കെ ഓക്കെ. മുസ്ലിമാ? ഓക്കെ ഓക്കെ ഓക്കെ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പേരെന്തായിരുന്നടാ? ഓക്കെ ഓക്കെ, നീ വിഷമിക്കണ്ട കേട്ടോ. ഒന്നും വിഷമിക്കണ്ട. ഇത്ത കൂടെ ഉണ്ട്. നീ വേറെ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് മോളുടെ ഒരു ഡീറ്റെയിലും വെളിയിൽ പോകത്തില്ല. ഞാൻ അത് ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇത് സജിന ഉണ്ടാക്കിയെടുത്തതാണോ ഇനി പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയ്ക്ക് വിശ്വസ്തത വരാത്തതിന്റെ കാരണം സ്വന്തം മകനെ പോലും ഇതിന്റെ ഇടയിൽ കരിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സംശയം അവിടെ വരുന്നത്. പക്ഷെ ഇതില് എന്തെങ്കിലും സത്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും പോക്സോ കേസ് ഉറപ്പാണ്. കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ വരുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ പെടുക തന്നെ ചെയ്യും. കാരണം അത്രയും ഗുരുതരാവസ്ഥയിലുള്ള കാര്യത്തിലേക്കാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനു മുന്നേ ഫിറോസ് ഒരു വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സജിനയ്ക്ക്. ഇതാരും പുറത്തു പറയരുത്, കാരണം വെച്ചാൽ ഞാൻ ആത്മഹത്യയുടെ രീതിയിൽ പോകും, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലൊരു വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വോയിസ് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും, അയ്യോ ഇതിനു മുന്നേ ഫിറോസ് അങ്ങനെ പറഞ്ഞതല്ലേ. അപ്പം ആ ഒരു രീതിയുള്ള ഒരു സംഭവമായിട്ട് ഇതിനോട് കൂട്ടിച്ചേർക്കും. ഗർഭത്തിൽ തുടങ്ങിയൊരു കഥയാണ്. ആ എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു MDMA കഴിഞ്ഞു, അടുത്ത് ആ ഒരു 17കാരി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ വോയിസിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതില് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്ന ടൂമൊക്കെ എന്തെങ്കിലും എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യേണ്ടി. ഫിറോസ്, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരു മാർഗ്ഗമില്ല. എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സൂയിസൈഡ് ചെയ്യാൻ പോകും. സീരിയസ് ഞാൻ പറയാം. മനസ്സിലാക്കിയോടായിരുന്നോ? ഇത്രയും നിന്നെ ഹെൽപ്പ് ചെയ്തു. എന്ത് ഹെൽപ്പ് ചെയ്തു? എന്നെ എത്രയും നശിപ്പിച്ചിട്ട് ഹെൽപ്പ് ചെയ്തതല്ലേ ഫിറോസ്? ഞാൻ എന്നിട്ടും എന്റെ മനസാക്ഷിക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ ഫിറോസ്. ഞാൻ അത് ചെയ്തു തരാം. കേസ് ഞാൻ ചെയ്യാം. ഇപ്പൊ ഞാൻ നാണം കെട്ടിയത് പോലെ തന്നെയാണ് ഫിറോസ് നാണം കെട്ടുന്നത്. പിന്നെ കേസ് ആയാലാണ് ഈ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം വെളിയിൽ പോകുന്നത്. ഞങ്ങൾ നാണം കെട്ടില്ലേ എല്ലാരും? ഇല്ല ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തില്ലായിരുന്നോ? ഫിറോസ്ക്കാക്ക് എന്നെ അറിയത്തുള്ളൂ. ഞാൻ അവിടെ പോയി ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അല്ലല്ല അങ്ങനെ എന്നെ കുറിച്ച് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുമ്പത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലായി പൊട്ടരാണോ. ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത മൂന്നാമതൊരാൾ കാരണമല്ല എന്ന് പറഞ്ഞു ഞാൻ ഇടുന്നുണ്ട്. ആ സമയത്ത് ഫിറോസ്ക്ക് അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും
മെസ്സേജ് വന്നത് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് എന്തൊക്കെയാണ് അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. മെസ്സേജ് വരുമോ വരാതിരിക്കോ, അത് എനിക്കുണ്ടായ പ്രശ്നം അന്നേരം ഞാൻ ആ 3-4 ദിവസം, നിങ്ങൾ ഒരു ദിവസം ഏറി കയറിയിട്ടുള്ളൂ, പക്ഷെ ഞങ്ങള് 3-4 ദിവസം കൊണ്ട് ഏറി കയറി ആൾക്കാരെ മൊത്തം. ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഞാൻ സൂസൈഡ് ചെയ്യും ഉറപ്പായിട്ട്. റോസിക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇപ്പൊ ഞാനായാലും ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുമായിരിക്കും. അത് ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്നത് കേസ് ഞാൻ അതിന് ആ രീതി ചെയ്യാം. എനിക്ക് ഇതുകൊണ്ടൊന്നും അവിടെ ഇതാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ അതിന്റെ തെളിവ് എടുത്തിട്ട് ലാസ്റ്റ് അതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ലാസ്റ്റ് അത് പ്രശ്നമാവും. ഞാൻ പറയുന്നുണ്ടല്ലോ ഇതുപോലെ സായി ഇപ്പൊ എല്ലാവരും നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യും. കാരണം അല്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് അറിയില്ല. ചിലപ്പോൾ കേൾക്കുന്ന വേറെ ഞാൻ മറ്റൊന്നുമല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനെ ഇളക്കാൻ വേണ്ടി പോയി ഇനി ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ ഇത് ഫോക്കസ് ചെയ്യും. ഇത് ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഇതിപ്പം കേസാന്ന് പറയാറ്. ഈ കേസ് കൊടുക്കുമ്പോൾ കേസ് ഇൻവാലിഡ് ആകുമ്പോൾ ഈ ചാനലുകാർക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഇതിന് മൊഴി കൊടുക്കുന്നവരെ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം വരുന്നത്. നാളെ ഒരു കാലത്ത് ഞാൻ വീണ്ടും ചെന്ന് പ്രശ്നമൊക്കെ ആണെങ്കിലാണ് ഇത് പ്രശ്നമാവുന്നത്. ഇത് എത്ര നാൾ കഴിഞ്ഞാലും ഈ പ്രശ്നം തന്നെയാണ്. അപ്പം അത് ആ സാധനം നമ്മൾ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇല്ലാന്ന് പറയുമ്പോൾ അത് ഫോക്കസ് ആക്കുമോ. പിന്നെ ആൾക്കാർ പറയും, ഓ ഇപ്പൊ തന്നെ ഇന്നലെ വീഡിയോ നമ്മൾ രണ്ടുപേരും ഡിലീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പറയുന്നത് ഫിറോസ് പേടിച്ചിട്ടാണെന്ന് വരെ പറയുന്നുണ്ട്. ഫിറോസ് മണ്ടത്തരം കാണിക്കാതെ ഇപ്പൊ ഈ 2 ദിവസം കഴിയുമ്പോൾ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ എന്താ അതിന്റെ പേര്, പാർട്ടി ബേസ് സാധനങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഇതങ്ങ് പോകും. നിങ്ങളെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഇത് അവർക്ക് ഒരു ഊമക്കത്ത് വന്നതാണ്, അത് വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ സറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. ഇനി ഞാൻ എടുത്ത് ഈ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും, ഓ ഇത് ഇപ്പൊ അവളെ ഭീഷണിപ്പെടുത്തി ഇതാക്കാൻ വേണ്ടി അവനെ സേവ് ചെയ്യാൻ നിൽക്കുവാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. എത്രയും പറഞ്ഞാലും അത് പറയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഫിറോസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറച്ച് ദിവസത്തേക്ക് ഞാനും ഈ സിറ്റുവേഷനാണ് ഞാനൊക്കെ നിന്നത്. ഞാനും ഉമ്മയും പിള്ളേരും കൂടെ സൂയിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു നിന്നത്. ഞങ്ങളും അത് തന്നെയാണ് നിന്നത്. ആ സിറ്റുവേഷൻ തന്നെയാണ് ഞങ്ങൾ നിന്നത്. ഞാനും അനുഭവിച്ചു. ഞാനിത് ഒരിക്കൽ എടുത്ത് കളയുന്നതിനും എനിക്ക് പറയുന്നതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ മണ്ടത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്ത് ഇങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക. വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാലിഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞു വീണ്ടും കുത്തിപ്പൊക്കാനില്ല, അത് കുത്തിപ്പൊക്കാൻ പറ്റില്ല. അത് നീ അല്ലാതെ ലോകത്ത് ആർക്കും കുത്തിപ്പൊക്കാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിക്കോ. ഇത് അറിയാം ഈ കാര്യങ്ങളൊക്കെ. ഈ സറൗണ്ടിങ് എന്റെ ഫ്രണ്ട്സുകാർക്കൊക്കെ അറിയാം. ആളുടെ കൈ തന്നെ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഒന്നുമില്ല, അത് അങ്ങനൊന്നുമല്ല. അത് നിനക്ക് മാത്രമേ വീണ്ടും ഈ കൊച്ചിന്റെ ഞാൻ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പല ആൾക്കാരുടെ കയ്യിലുണ്ട്. അത് കുത്തിപ്പൊക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ പറയും, ഇവർ രണ്ടും കളിക്കുവാണോ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇത് ലാസ്റ്റ് വെളിയിൽ വന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് പ്രശ്നം വരും. ഞാൻ ചോദിക്കട്ടെ, നീയുമായിട്ട് സംസാരിച്ചപ്പോൾ അതങ്ങനെ വേറെ ആക്കി പോകുന്നത്? ഞാനത് പറഞ്ഞല്ലോ, എന്റെ മറ്റേ വോയിസ് എങ്ങനെ പോയി? ഞാൻ തന്നെ അയച്ചു കൊടുത്തല്ലേ? അതുപോലെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് സജന, നീ എങ്ങനെയെങ്കിലും സ്വന്തം മകനെ പോലും ഇതിന്റെ ഇടയിൽ കരിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സംശയം അവിടെ വരുന്നത്. പക്ഷെ ഇതില് എന്തെങ്കിലും സത്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും പോക്സോ കേസ് ഉറപ്പാണ്. കാരണം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ഒരു സജിനയുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് പുതിയ കാരണങ്ങൾ കൊണ്ടുവരും. അടുത്ത ഫിറോസിന്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് ഫിറോസ് വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരും. അങ്ങനെ മൊത്തത്തിന് അടിപിടിയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു പട്ടിക്കുട്ടി എല്ലും കഷണത്തിന് വേണ്ടിയിട്ട് കാര്യമല്ലോ, അതുപോലെയാണ് ഇപ്പൊ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തൊരാൾ ഇപ്പുറത്തൊരാൾ, അങ്ങനെ അടിപിടിയാണ്. സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ എന്തൊക്കെയാണ് കേൾക്കുന്നതെന്നൊന്നും പിടികിട്ടുന്നില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്.